ഇനി മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ടിലേക്ക് പോവാം. തൃശൂർ എളവള്ളി പഞ്ചായത്തിൽ മിന്നൽ ചുഴലി. പറക്കാട് മണ്ണാമ്പാറ മേഖലയിൽ വ്യാപകമായ കൃഷിനാശം. നിരവധി സ്ഥലങ്ങളിൽ മരങ്ങൾ കടപുഴകി. 2 വീടുകൾ ഭാഗികമായി തകർന്നിട്ടുണ്ട്. വിവരങ്ങളുമായി തൃശൂരിൽ നിന്ന് ലെവിൻ കെ വിജയനാണ് ചേരുന്നത്. ലെവിൻ, എപ്പോഴാണ് ഈ ഒരു മിന്നൽ ചുഴലി ഉണ്ടായത്? ആളപായമുണ്ടോ? എന്താണ് വിവരങ്ങൾ? ആതിര, ഇന്ന് വൈകിട്ട് 3 മണിയോടുകൂടിയാണ് തൃശ്ശൂരിന്റെ വിവിധ സ്ഥലങ്ങളിലായി മിന്നൽ ചുഴലി ഉണ്ടായിരിക്കുന്നത്. ഇളവള്ളി പഞ്ചായത്തിൽ മാത്രമല്ല, ഗുരുവായൂർ നഗരസഭയോട് ചേർന്ന പ്രദേശങ്ങളിലും ചാവക്കാട് മേഖലയിലും അടക്കം ഇതിനോടകം മിന്നൽ ചുഴലി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം നൽകുന്ന വിശദീകരണം. വ്യാപകമായിട്ടുള്ള കൃഷിനാശമാണ് വൈകിട്ട് 3:40 ഉണ്ടായ മിന്നൽ ചുഴലിയിൽ വിവിധ പ്രദേശങ്ങളിൽ ഉണ്ടായത്. ആൾനാശമോ അപകടങ്ങളോ കാര്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിലും വ്യാപകമായ കൃഷിനാശങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വിവിധ സ്ഥലങ്ങളിലായി മരങ്ങൾ കടപുഴകി വീഴുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. ഭാഗികമായി ചില വീടുകൾക്ക് കേടുപാടുകൾ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഈ പല സ്ഥലങ്ങളിലും മരങ്ങൾ കടപുഴകി വീണതിനെ തുടർന്ന് വൈദ്യുതി ബന്ധം അടക്കം വിച്ഛേദിക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇത്തരത്തിൽ ഗുരുതരമായ സാഹചര്യമാണ് ഈ കനത്ത ചുഴലിക്കാറ്റിനെ തുടർന്ന് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായത്. ഇന്ന് ജില്ലയിൽ യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം വിവിധ സ്ഥലങ്ങളിലായി കനത്ത മഴയാണ് രേഖപ്പെടുത്തുന്നത്. വരുന്ന മണിക്കൂറുകളിലും മഴ തുടരും എന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പും മറ്റുമുള്ളത്. അത്തരമൊരു സാഹചര്യത്തിൽ ഈ മിന്നൽ ചുഴലി കൂടി ഉണ്ടായ പശ്ചാത്തലത്തിൽ ജനങ്ങളിൽ ഭൂരിഭാഗം ആളുകളും വിവിധ സ്ഥലങ്ങളിലുള്ളവർ ആശങ്കയിലാണ്. നിലവിൽ പ്രശ്നങ്ങളില്ല എങ്കിൽ പോലും അപകട സാഹചര്യങ്ങൾ ജില്ലയിൽ വരുന്ന മണിക്കൂറുകളിൽ ഉണ്ടായേക്കാം എന്നുള്ള വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ ഭരണകൂടവും വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ജാഗ്രതാ നിർദ്ദേശം ജനങ്ങൾക്കായി പുറപ്പെടുവിച്ചിട്ടുണ്ട്. ആതിര. ശരി ലെവിൻ. തൃശൂർ എളവള്ളി പഞ്ചായത്തിലാണ് വൈകിട്ട് 3:30 ചുഴലിക്കാറ്റ് മിന്നൽ ചുഴലി ഉണ്ടായത്. പാറക്കാട് മണ്ണാമ്പാറ മേഖലയിൽ ഉൾപ്പെടെ വ്യാപകമായ കൃഷിനാശം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. വിവരങ്ങൾ നൽകിയത് ലെവിൻ കെ വിജയൻ.